ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിലൂടെ 1600 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. പദ്ധതിയുടെ 40% തുക സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമെന്നും എം.പി. രാജേഷ് പറഞ്ഞു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ 40% ചെലവ് തലയിൽ കെട്ടിവെക്കുക വഴി കേരളത്തിന് വർഷം 1600 കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. പദ്ധതിയുടെ ആശയം ഇല്ലാതാക്കുന്നതും തൊഴിൽ നൽകുകയും എന്ന ചുമതല കൈയൊഴിയുന്നതുമായ ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരെ സാധ്യമായ എല്ലാ മാർഗവും ആലോചിക്കും. സംസ്ഥാനത്ത് 40.42 ലക്ഷം കുടുംബങ്ങളിലായി 59.4 ലക്ഷം തൊഴിലാളികൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 19.37 ലക്ഷം സജീവ കുടുംബങ്ങളും 22.61 ലക്ഷം സജീവ തൊഴിലാളികളുമുണ്ട്. 2024-25 13.72 ലക്ഷം കുടുംബങ്ങൾ ജോലി ചെയ്തു. 9.07 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. കൂലിയിനത്തിൽ ഉൾപ്പെടെ 4011.53 കോടി രൂപ ചിലവിട്ടു. ഈ സാമ്പത്തിക വർഷം 2401.79 കോടി രൂപ ചിലവഴിച്ചു. നിലവിൽ സംസ്ഥാനത്തിന് 826.9 കോടി രൂപ കുടിശ്ശികയുണ്ട്. പദ്ധതിയെ സ്വാഭാവികമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിശ്ശിക വരുത്തുന്നത്. പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള BJP സർക്കാരിന്റെ ആസൂത്രിത ശ്രമങ്ങളുടെ അന്തിമ ഘട്ടമാണ് ബിൽ. ഇതൊരു പ്രധാന പ്രശ്നമായിട്ടും UDF MPമാർ പാരടി ഗാനം പാടുകയാണെന്നും മന്ത്രി ആരോപിച്ചു.